പിന്നെ ഞാൻ ഈ ഗേറ്റ് ഒന്ന് തുറക്കട്ടെ. ഗേറ്റ് ഒന്ന് തുറക്കട്ടെ. നിങ്ങളുടെ അടുത്ത ഐറ്റങ്ങൾ കുറേ ഉണ്ടല്ലോ. മാന്തള്, ചൂര, പിന്നെന്താ ഉള്ളത്? അയില. അയ്യോ, ഒന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചെമ്മീനുണ്ട്. ഒന്ന് നോക്കട്ടെ, ഞാൻ ചോദിച്ചോട്ടെ എന്തൊക്കെയാണ് മേടിക്കേണ്ടതുള്ളത്. കുടുത എന്താ? കുടുത നന്നായിട്ടുണ്ടോ? നല്ല കുടുതയാണുള്ളത്. പിന്നെ മാന്തള് ഞാൻ ചോദിച്ചോട്ടെ, കുടുത മേടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ മീൻ അടിപൊളിയായിക്കോട്ടെ. ആഗസ്റ്റ് 15 അല്ലേ, ഗംഭീരമായിട്ട് വറക്കും ചെയ്യാം, കറിയും വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി കറി ഉണ്ടാക്കി തുടങ്ങിയാലോ. ഞാനിവിടെ അയല കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. ചൂര വറുക്കാനായി മാറ്റി വെച്ചതാണ് കേട്ടോ. ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് ഞാനെടുത്തിരിക്കുന്നത്. പാത്രം നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ 2ആയി അരിഞ്ഞു വെച്ച 20 ചെറിയ ഉള്ളിയും പിന്നാലെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂട്ടും ചേർക്കാം. ഞാൻ കുറച്ച് കാന്താരി മുളകും ഇതോടൊപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച 1 തക്കാളിയും ചേർത്ത് ചെറിയ തീയിൽ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് ഏകദേശം 3-4 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ ചെറിയ തീയിൽ 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. 1 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ മസാലകളെല്ലാം നന്നായി വഴന്നു വന്നതായി കാണാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളവും ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ച് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഗ്രേവി നല്ല രീതിയിൽ തിളച്ചു വരുമ്പോൾ വൃത്തിയാക്കി വെച്ച അയല കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ രുചികരമായ അയലക്കറി ഇവിടെ തയ്യാറായത് കാണാം. പക്ഷേ ഇതുകൊണ്ട് ഞാൻ ഈ കറി അവസാനിപ്പിക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഒരു മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ അയലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കറി തയ്യാറായ ശേഷം 1/2 മണിക്കൂർ തണുക്കാൻ വയ്ക്കുക. മസാല പൂർണ്ണമായി കറിക്കൊപ്പം ചേർന്നാൽ നല്ല ചൂട് ചോറിനൊപ്പം വിളമ്പി ആസ്വദിച്ച് കഴിക്കാം. കൂട്ടത്തിൽ ചൂര ഫ്രൈ കൂടിയാകുമ്പോൾ ഊണ് കേമമാവും. നിങ്ങളും ഇതേ രുചിക്കൂട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.